നല്ല അടിപൊളി കാടെന്ന് പറഞ്ഞാൽ അടിപൊളി കാട്. ഇതുണ്ടോ, സൂര്യപ്രകാശം പോലും ഹരിച്ചിറങ്ങുന്ന അതിവന്യഭീകരമായ കാട്. ആഹാ, ഇവിടെ നമുക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് കാണാം. എന്തുവാണെന്നറിയാം, കാട്ടുപോത്തുകളുടെയും കടവാവലുകളുടെയും കടകട ശബ്ദം. ആ ശബ്ദം കേട്ട് അതിന് കാതോർത്ത് നടന്നു ചെല്ലുന്നത് നമ്മൾ എത്തുന്നത്. അയ്യോ, കാവുങ്കൽ അമ്മയുടെ വേലപ്പെട്ടേ. സോറി, ഒരു മിനിറ്റ്, എനിക്ക് സബ്ജക്റ്റ് മാറിപ്പോയി. അപ്പോൾ ഇതുവഴി നടന്നു പോകുമ്പോഴത്തേക്ക് നടക്കടി ഇതൊക്കെ നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ ഇതിൻ്റെയൊക്കെ കാൽപ്പാട് കാണാം. ആരെങ്കിലും പുറകെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മച്ചിയാണ് ഏര്, ഞങ്ങൾ മുമ്പോട്ട് ഓടിക്കൊക്കെ ചടിച്ചത്തുകളെ കേട്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ഫോളോ ചെയ്ത് ശല്യപ്പെടുത്താൻ നിൽക്കരുതും. ഓക്കെ, ഗോ. പോരോ, എടാ നിൽക്കടാ, ഇവിടെ ഒരു മരത്തിന് പൊത്തടാ, ഒരു മരത്തിൻ്റെ പൊത്ത് കണ്ട, നമുക്ക് നോക്കാം, രസമല്ലേ? എനിക്ക് പൊത്തൊക്കെ കാണുമ്പോൾ നോക്കണം അടി. അപ്പോൾ അങ്ങനെ ഇവിടെ തറയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എന്തുവാണ്, കാട്ടുപോത്തും മറ്റേ മാനും മ്ലാവും ആയതുണ്ട്. ഇതൊക്കെ മാവും മ്ലാവും മ്ലാലും കാട്ടുപോത്തും പിന്നെ അങ്ങനത്തെ ജീവികൾ, കാട്ടുപന്നി ഒക്കെ കയറി അർമാദിച്ച് കിടന്ന വഴികളാണ്. അതെ, ഇത് ആനപ്പിണ്ടം. ഇത് ഗൈസ്, ഇത് ആനപ്പിണ്ടമാണ് ഗൈസ്. ഇത് കണ്ടോ, ഇതൊരു ആനപ്പിണ്ടം. ഇത് കുറച്ച് നേരത്തെ കണ്ട് ഇവിടെ ആന വന്ന് അപ്പിയിട്ടിട്ട് പോയത്. നമ്മളിതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതൊരു കാട്. കാടാകുമ്പോൾ ഇതൊക്കെ സാധാരണ അല്ലേ മീനും? അല്ലല്ല, ഈ കാട്ടിൽ ഈ വഴി ആരുണ്ടാക്കിയതാണെന്നാ നീ ഓർത്തിരിക്കുന്ന? അല്ല, നീ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കഥ കേട്ടിട്ടുണ്ടാവും. കക്കട മന്ത്രവാദിയുടെയും കുക്കുട മന്ത്രവാദിയുടെയും. മായാവി എന്ന അതിസാഹസികനായ മായാജാലക്കാരൻ്റെ കഥയിലെ കക്കടൻ്റെയും കുക്കടൻ്റെയും കഥ. കാട്ടുപോത്ത് ഇല്ലടി, കാട്ടുപോത്തൊക്കെ വെറുതെ വ്യാജം. ഇതുണ്ട്, ഈ ഇടിഞ്ഞു പോയേക്കുന്ന എന്തിൻ്റെയാണെന്നറിയാവോ? ഇതാണ്ട, ഈ ഇടിഞ്ഞു പോയേക്കുന്ന വഴി എന്തിൻ്റെയാണെന്നറിയാവോ? ഇത് വെറുതെ വെള്ളം ഒഴുകിയപ്പോൾ വന്ന ഇടിഞ്ഞ പാടാണ്. ഇത് കണ്ട, ഇതൊക്കെ വെള്ളം ഒഴിയുമ്പോൾ വന്ന ഇടിഞ്ഞ പാടാണ്. ആരും ഇത് കണ്ട് പേടിക്കരുത്. ഇവിടെയൊക്കെ അതുപോലത്തെ പാടുകൾ കാണാം. നമ്മളതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നീ പോ, കാട്, മഞ്ഞമായ വനം, വന്യമായ വനം. ഇനി മേളിലോട്ട് അല്ലെങ്കിൽ വേണ്ട, മേളിലോട്ട് പോകാം. അല്ലേ വേണ്ട, നമുക്ക് ഇങ്ങനെ പോവാം. നമുക്ക് ഇങ്ങനെ പോവാം. ബാടി എന്നാ ഞാൻ ഇങ്ങനെ വരാം. എത്തുന്നിടത്ത് എത്തട്ടെ. ഇല്ല, കുഴപ്പമില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് ആനപ്പിണ്ടത്തിനെ കണ്ടപ്പോഴത്തേക്ക് ആണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അറിയില്ല ഇത് മേളിലോട്ട് അടിമോ? പോട്ടെ, നമുക്ക് നോക്കാം. പുതിയ വഴി, ഞാനറിയാത്ത ഏതെങ്കിലും വഴി, ഒരു പുതിയ തെറ്റ് കാണും. ഇല്ല, നിങ്ങൾക്ക് വടി വേണം, കുത്തിപ്പിടിച്ച് നടക്കാൻ വടി വേണം. എന്നാ ഇതിരുന്നോ,
കുത്തിപ്പിടിച്ചാണ് ഒരു സുഖം കിട്ടും. ഞാൻ വേണ്ട കുണ്ടിക്കിന്നിങ്ങനെ തള്ളിത്തരാം. അയ്യോ